തിരുവനന്തപുരം വെങ്ങാനൂരിനടുത്തുള്ള മുട്ടയ്ക്കാട് സ്വദേശിനിയാണ് ബബിത ജോസ് എന്ന ഈ സഹോദരി. അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും യേശുവിനെ അറിഞ്ഞ ഈ സഹോദരി ഇന്ന് ഒരു ക്രൈസ്തവ മിഷണറിയാണ്. മരണം മുൻപിൽ കണ്ട പല സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും അവയെല്ലാം അത്ഭുതകരമായി വഴിമാറിപ്പോയ അനുഭവങ്ങളാണ് ഈ സഹോദരിക്ക് പറയുവാനുള്ളത്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നന്നായി ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന ആ ടൈം എത്തിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഞങ്ങളെ വേദനിപ്പിക്കുന്ന പെട്ടെന്നുണ്ടായ ഒരു ആകസ്മിക മരണം, പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ പിതാവിൻ്റെ മരണം ഞങ്ങളെ ആകപ്പാടെ തളർത്തി. കാരണം അപ്പൂപ്പനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൂപ്പൻ്റെ പെട്ടെന്നുള്ള മരണം എൻ്റെ അമ്മയെ ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് മാറ്റി. പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മകളായിരുന്നു ഞാൻ. അതുകൊണ്ട് എൻ്റെ അമ്മ ആശ്രയിച്ചിരുന്നത് എൻ്റെ അപ്പൂപ്പനെയായിരുന്നു. അപ്പൂപ്പൻ്റെ മരണം അമ്മയെ ആകപ്പാടെ തളർത്തി. വല്ലാത്തൊരു അനുഭവത്തിലേക്ക് എൻ്റെ അമ്മ മാറ്റപ്പെട്ടു. അമ്മയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കുക, ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക, ആഹാരം കഴിക്കാതിരിക്കുക, എൻ്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതിരിക്കുക. പ്രത്യേകിച്ച് എന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം എൻ്റെ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ ക്രൂരമായി നോക്കുന്ന ഒരനുഭവം. അത് കാണുമ്പോൾ ഈ ചെറുപ്രായത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത ഭവനങ്ങളിലാണ് രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അമ്മയുടെ രോഗശമനത്തിനായി പല പൂജകളും ഞങ്ങളുടെ ഭവനത്തിനകത്ത് ചെയ്തു. ആ പൂജയിൽ വെളിപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ ജനിച്ചത് ശനിദശയിലാണ്. ആ ശനിദശ കാരണമാണ് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ വരാൻ കാരണം അപ്പൂപ്പൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഭവനത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നു. എന്നാൽ അപ്പൂപ്പൻ പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോൾ അത് എൻ്റെ അമ്മയെ ബാധിക്കുകയും അത് വല്ലാത്തൊരനുഭവത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റി. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും എല്ലാവരാലും ഒരുമിച്ച് കഴിയുന്ന ഒരനുഭവം, വളരെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു ഭവനാന്തരീക്ഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ഈ ഒരു അനുഭവം വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബം ആകപ്പാടെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അവരാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം പൂജകളും മറ്റും ചെയ്യും. ആ ദിവസങ്ങൾ ഒരാഴ്ച എൻ്റെ അമ്മ നോർമലാകും, പിന്നെയും അമ്മ പഴയ സ്ഥിതിയിലേക്ക് മാറ്റപ്പെടും. ഇത് വല്ലാത്തൊരു വേദനയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ ആ നോർമലായിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൻ്റെ കുറച്ച് അകലെയുള്ള 2 അമ്മമാർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവർ പള്ളിയിൽ പോകുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അവരുമായിട്ട് അധികമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. എങ്കിലും അവർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് ആ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് ചെയ്തില്ലേ? ഞാൻ ഇന്നും അത് ഓർക്കുകയാണ് അവരുടെ വാക്കുകൾ. വളരെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലേ, എന്നാൽ നിങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു കാര്യം യേശുവിനെ ഒന്ന് വിളിക്കാൻ നിങ്ങളൊന്ന് തയ്യാറാകുക. നിൻ്റെ അവസ്ഥയ്ക്ക്, നിൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നവർ പറഞ്ഞു. എൻ്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ, എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ വളരെ ഭാരത്തിലും സങ്കടത്തിലുമായിരുന്ന എൻ്റെ മാതാവിന് ആ വാക്കുകൾ വളരെ സന്തോഷകരമായി തോന്നി. അമ്മ മറ്റൊന്നും ചിന്തിച്ചില്ല. ആ സമയത്ത് അവരോടൊപ്പം പ്രാർത്ഥനയ്ക്കായി കടന്നു പോകാൻ തീരുമാനിച്ചു. അമ്മ അങ്ങനെ അവരോടൊപ്പം പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. ഏകദേശം കുറച്ച് ദിവസങ്ങൾ അമ്മ മടങ്ങി വന്നില്ല. എന്താണെന്നോ ഏതാണെന്നോ അന്വേഷിക്കാൻ ഞങ്ങൾ ആരും തയ്യാറായുമില്ല. ഞങ്ങൾക്കതിന് അങ്ങനെ ഒരു ചിന്ത ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നില്ല. എന്നാൽ പ്രാർത്ഥനയിലായിരിക്കുന്നു എന്ന അറിവ് മാത്രം നമുക്കുണ്ട്. എന്നാൽ ഒരു ദിവസം എൻ്റെ അമ്മ മടങ്ങി വന്നപ്പോൾ വളരെ ക്ഷീണിച്ച്, ഭാരപ്പെട്ട്, സങ്കടപ്പെട്ട്, വളരെ രോഗ അനുഭവത്തിൽ കടന്നുപോയ എൻ്റെ മാതാവ് വളരെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നത് കണ്ടിട്ട് എൻ്റെ ഭവനത്തിലുള്ളവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി: യേശു എൻ്റെ അമ്മയെ വിടുവിച്ചു. എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്നോ അതെന്താണെന്നോ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ആ വരവിന് ശേഷം എൻ്റെ അമ്മ എല്ലാ ഞായറാഴ്ചയും പള്ളിയിലേക്ക് കടന്നു പോകുക മാത്രമല്ല, എന്നും രാത്രിയിൽ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അമ്മയുടെ കണ്ണുനീർ എൻ്റെ ശരീരത്തിൽ വീഴുന്നത് പലപ്പോഴും എൻ്റെ ഉറക്കത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അമ്മയോട് ചോദിക്കും, എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? ഇങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അമ്മ അതിനൊന്നും ഒരിക്കലും ഒരു മറുപടി എന്നോട് പറഞ്ഞിട്ടില്ല. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരമ്മ
അമ്മയെ ഈ 7ാം ക്ലാസ് മുതൽ ഞാൻ കാണാൻ തുടങ്ങി. അതിൻ്റെ ഫലം എന്താണെന്നോ അതെന്തിനാണെന്നോ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഈ അമ്മയുടെ പ്രാർത്ഥന, എന്നാൽ അമ്മയോടൊപ്പം സഭയിൽ പോകാനോ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാനോ യേശുവിനെ വിളിക്കാനോ ഒന്നും ഞാൻ തയ്യാറായിരുന്നില്ല. ആ സമയത്തും ഞാൻ ജനിച്ചത് ശനിദശയിലായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നു എന്ന കാരണത്താൽ എല്ലാ ശനിയാഴ്ചയും വെളുപ്പിന് എന്നെ കുളിപ്പിച്ച ഞങ്ങൾ പതിവായി പോകുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന പതിവ് എൻ്റെ അമ്മയുടെ സഹോദരിമാർക്കുണ്ടായിരുന്നു. അവരെന്നെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ അവരോടൊപ്പമാണ് കൂടുതൽ സമയം പിന്നെ ചെലവഴിക്കാൻ ആഗ്രഹിച്ചത്. കാരണം ഈ അനുഭവം, ക്രിസ്തീയ അനുഭവം ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അവരോടൊപ്പം പോകാനൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടതും അതനുസരിച്ച് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏകദേശം 1 വർഷം തികയുന്ന സമയത്ത് ഒരു ജനുവരി 1 ഞാൻ ഇന്നും ആ ദിവസം മറക്കത്തില്ല. ആ ഡിസംബർ 31 രാത്രിയിൽ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് ആരാധനയ്ക്ക് പോവുകയാണ് രാത്രി. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാകില്ല. അപ്പോൾ അമ്മയുടെ കൂടെയാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ അമ്മ ഇല്ല എന്നൊരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് അമ്മ പറഞ്ഞു നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ പിന്നെ അമ്മ ഇല്ലല്ലോ എന്നൊരു ചിന്ത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ ഇന്ന് അമ്മയോടൊപ്പം ഒന്ന് വരാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആ സഭയിലേക്ക് പോകാനിടയായിത്തീർന്നു. പക്ഷേ ആ രാത്രി എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ ഒരിടത്തും കാണാത്തൊരു സന്തോഷം ഞാൻ അതുവരെ അനുഭവിച്ചത്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുമായി ഒത്തു നിൽക്കുന്നവരുമായിട്ടുള്ള ബന്ധങ്ങളും അതിന് ഒരുപാട് അതിർവരമ്പുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെയായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ചെന്നപ്പോൾ ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടു. അവർ ആർക്കും വലിപ്പച്ചെറുപ്പവും ഇല്ല. എല്ലാവരും ഒരുമയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ. ആദ്യമായിട്ട് ഞാൻ ആ സഭയിലേക്ക് കാൽ വയ്ക്കുമ്പോൾ അവരെല്ലാവരും അവരുടെ ഒരു മകളെപ്പോലെ എൻ്റെ അടുക്കലേക്ക് വന്ന് എന്നെ സ്നേഹിക്കുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അവരുടെ ആ സന്തോഷമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു വ്യത്യാസം ഈ ക്രിസ്തുവിൻ്റെ മാർഗത്തിനുണ്ട് എന്ന ആ ചെറിയ മനസ്സിൽ ഒരു ചിന്ത വന്നു. എന്നാൽ അത് വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വന്നു. ഞാൻ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എല്ലാ മാസത്തിലൊരിക്കൽ അമ്മ പോകുന്ന ചർച്ചിലെ പാസ്റ്റർ ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നൊരു പതിവുണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ ദാസൻ വരുമ്പോൾ എന്നെ വിളിച്ച് സ്നേഹത്തോടെ ഇടപെടും. അപ്പോൾ ഞാൻ പാസ്റ്റർ എന്നോട് പറയും മോള് ചർച്ചിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കും. തിരിച്ചൊരു മറുപടിയും പറയില്ല. അങ്ങനെ നാളുകൾ മുന്നോട്ട് പോയി. വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ ഞാൻ അമ്മയോടൊപ്പം പോയില്ലെങ്കിലായി. പക്ഷെ അമ്മ എന്നെ ഒരിക്കലും അതിനായി നിർബന്ധിച്ചില്ല. അതെന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. എന്നാൽ നാളുകൾ കഴിഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം എൻ്റെ ഭവനത്തിനകത്ത് അമ്മ തൊട്ടടുത്ത വീട്ടിൽ എന്തോ ആവശ്യമായി പോയിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ വലിയമ്മമാരുണ്ട്, എൻ്റെ അമ്മാവന്മാരുണ്ട്, എല്ലാവരും ആ വീട്ടിനകത്തുണ്ട്. ആ സമയത്ത് ഞാൻ ഈ തറയിൽ വെറുതെ ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് തറയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഈ സമയത്ത് പെട്ടെന്നൊരു ഇടി വെട്ടിയപ്പോൾ എൻ്റെ വലിയമ്മ പറഞ്ഞു മോൾ എണീറ്റിരിക്ക്, മഴയില്ല, വേറെ ഒരു ഇതുമില്ല, ഇടി വെട്ടുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് ചിരിച്ചങ്ങ് കളഞ്ഞു. ഞാൻ അവിടെ തന്നെ ആ തറയിൽ തന്നെ കിടന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ഇടി വെട്ടി. ആ ഇടി ഞങ്ങളുടെ വീട്ടിലേക്ക് വീണു. ഞങ്ങളുടെ വീട്ടിനകത്തുണ്ടായിരുന്ന പലരും പല പൊസിഷനിലേക്ക് മാറി. എന്നാൽ ഞാൻ കിടന്ന കിടപ്പിൽ തന്നെ കിടന്നു. ബാക്കിയുള്ളവരൊക്കെ എണീറ്റിട്ട് ഓടി വന്ന് എന്നെ വാരിയെടുക്കുന്ന സമയത്ത് ഞാനൊരു മരിച്ച അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പം എൻ്റെ ഉള്ളിൽ ഇവരെല്ലാം നിലവിളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബോധമുണ്ട്. ഞാൻ മരിച്ചിട്ടില്ല എന്നെനിക്കറിയാം. ഇവരുടെ നിലവിളികളൊക്കെ എനിക്ക് കേൾക്കാം. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ മരിക്കും. കാരണം ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഈ സമയത്ത് അമ്മ പെട്ടെന്ന് ഓടി ഞങ്ങളുടെ റൂമിലേക്ക് വന്നിട്ട്, ഞാൻ റൂമിൽ തന്നെ കിടക്കുകയാണ്, അമ്മ എന്നെ വാരിയെടുത്ത് മടിയിലേക്ക് കിടത്തിയിട്ട് അമ്മ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ആ സമയത്ത് എൻ്റെ ചെവിയിൽ, ഞാൻ അബോധാവസ്ഥയിലാകുന്ന ആ സമയത്ത് ഞാൻ കേട്ടു. ദൈവമേ, നീ എനിക്ക് തന്നതാണ്, തിരിച്ചു തന്നാൽ ഞാൻ നിനക്ക് തരും, ഇല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ ഹിതം ഇതാണെങ്കിൽ നീ എടുത്തോ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിച്ച എൻ്റെ അമ്മ ആ ഒരു തീരുമാനം ഉറക്കെ പറയുന്നത് ഞാൻ കേട്ടു.
എൻ്റെ ഉള്ളിൽ അപ്പോൾ പെട്ടെന്നൊരു ബോധം വന്നിട്ട് ഞാൻ ഉള്ളുകൊണ്ട് പറഞ്ഞു, യേശുവേ, നീയാണ് യഥാർത്ഥ ദൈവമെങ്കിൽ എൻ്റെ ജീവനെ മടക്കി തന്നാൽ ഇനി എൻ്റെ ജീവിതം നിനക്കായി മാത്രമെന്ന്. എന്നാൽ ഈ സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറി. ഞാൻ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ കൂടി നിന്നവരൊക്കെ പറഞ്ഞു ഇനി രക്ഷപ്പെടും എന്ന് പറഞ്ഞ് എന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റുകൾ ആ സമയത്ത് നൽകി ഞാൻ ജീവനിലേക്ക് മടങ്ങി വന്നു. കരുണാർദ്രമായ ദൈവിക സ്നേഹത്തിനായി യാചിച്ചപ്പോൾ ജീവിത നിരാശകളിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ച ദൈവിക പ്രവൃത്തിയുടെ സാക്ഷിയാണ് ബബിത ജോസ്. തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ എനിക്ക് സഹായമായിരുന്നില്ല എങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. പ്രിയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പ്രാണനെ സഹായിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തി മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ വചനം എൻ്റെ സാക്ഷ്യമാണ്. യഹോവ അന്നെനിക്ക് സഹായമായിരുന്നില്ല എങ്കിൽ എൻ്റെ പ്രാണൻ എന്നേ മൗനവാസം ചെയ്യുമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് എന്നെ കർത്താവ് വിടുവിച്ചു. ഞാൻ കർത്താവിനോടൊരു തീരുമാനമെടുത്തു, ഇനി കർത്താവിന് വേണ്ടി ജീവിക്കും. അങ്ങനെ ഞാൻ അമ്മയോടൊപ്പം അമ്മ ആരാധിക്കുന്ന ആലയത്തിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. ഈ ക്രിസ്തീയ സഭയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ എനിക്ക് തന്നെ കാണാൻ കഴിഞ്ഞു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് അതിർവരമ്പുകൾക്കകത്ത് വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഒന്നും നോക്കാതെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ എനിക്ക് അവിടെ ലഭിച്ചു. പിതാവിന് സമമായി പിതാക്കന്മാരെ, മാതാക്കളെപ്പോലെ സ്നേഹിക്കുന്ന അനേകം മാതാക്കളെ, സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന അനേകം സഹോദരങ്ങളെ ഈ മാർഗത്തിൽ എനിക്ക് ദൈവം നൽകി. പ്രത്യേകിച്ച് എനിക്ക് പറയാൻ ഒരിക്കലും വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുണ്ട്. എന്നെ ഈ അനുഭവത്തിലേക്ക് നയിക്കാൻ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച, ഇന്ന് നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്ന എഡ്വിൻ കനകരാജ് എന്ന് പറയുന്ന ദൈവദാസനും ആൻറ്റി കമല ആൻറ്റിയും, അവിടെ പ്രാർത്ഥനയും കണ്ണുനീരും എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. അവരുടെ കരുതലുകൾ, അവിടുത്തെ ദൈവമക്കളുടെ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, അവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളും, ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന് പറയുന്ന ഒരു സഭയിലെ ദൈവമക്കളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും കണ്ണുനീരും പ്രാർത്ഥനയും എൻ്റെ ഇന്നത്തെ നിലനിൽപ്പിന് പിന്നിലുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മയുണ്ടായിരുന്നു. എന്നാൽ അമ്മ ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അമ്മയുടെ ദൗത്യം പൂർത്തീകരിച്ച അമ്മ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ മറ്റാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ കരയാനോ കണ്ണുനീരൊഴുക്കാനോ എൻ്റെ കുടുംബത്തിനകത്ത് നിന്നില്ല. പക്ഷേ എനിക്ക് വേണ്ടി ഇന്നും കരയുന്ന ഒരു സഭ എനിക്ക് പിൻപിലുണ്ട്. അതാണ് എൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. അതിനുശേഷം ഡിഗ്രി വരെ വിദ്യാഭ്യാസം ചെയ്യുവാൻ എനിക്ക് ദൈവം അവസരങ്ങളെ തന്നു. പലപ്പോഴും കടന്നു വരുന്ന ദൈവദാസന്മാർ ദൈവവേലയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവവേല എന്താണെന്നോ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷ എന്തെന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നുമില്ല, അത് ആഗ്രഹിച്ചിരുന്നുമില്ല. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്നെ സഹായിപ്പാൻ എൻ്റെ അമ്മ മാത്രമേ ആ സമയത്ത് കുടുംബത്തിനകത്തുള്ളൂ. ഞാൻ സഭയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവകൃപയാൽ ദൈവം എനിക്കൊരു താലന്ത് തന്നു. അനേകം കൺവെൻഷൻ സ്റ്റേജുകൾ ദൈവദാസന്മാരോടൊപ്പം ഇരുന്ന് അവർ പറയുന്ന വാക്യം വായിക്കാനൊരു കൃപ ദൈവം എനിക്ക് തന്നു. ഒരു കൃപയും അല്ലെങ്കിൽ ഒരു കഴിവും, ലോകപരമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കഴിവും ഇല്ലാതിരുന്ന എന്നെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ട് ആ ഒരു കരുണ അല്ലെങ്കിൽ ആ കൃപ എൻ്റെ മേൽ ദൈവം പകർന്നു. അതെനിക്ക് ഒരു അനുഗ്രഹമായി മാറി. അങ്ങനെ അനേകം കൺവെൻഷൻ സ്റ്റേജുകൾ ദൈവദാസന്മാരോടൊപ്പം ഇരുന്ന് വാക്യം വായിക്കുന്ന സമയത്ത് ഒരിക്കൽ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ദൈവദാസൻ KO തോമസ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ കൺവെൻഷന് ഞാൻ വചനം വായിച്ച കൺവെൻഷൻ തീർന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, അന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, എന്നോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, മോളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ എനിക്കത് അത്ഭുതമായി തോന്നി. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു
എൻ്റെ അമ്മ മാത്രമേ രക്ഷയെ വന്നിട്ടുള്ളൂ. എനിക്കൊരു ക്രിസ്ത്യ വിവാഹം നടന്നാൽ അതിനാരും സഹകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒരിക്കലും മോൾ അങ്ങനെ വിചാരിക്കരുത്. ഇന്നു മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വചനം എനിക്ക് തന്നു. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ അവരെ വിടിവിച്ച് മഹത്വത്തിലാക്കുന്നു. ഈ വചനം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഈ വാക്യം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, മോളിത് എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണം. അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവെ, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയുന്ന, എൻ്റെ മാതാവിനെ ശുശ്രൂഷിക്കാൻ മനസ്സുള്ള ദൈവഭക്തനായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം തരണം. മറ്റൊന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. സ്വത്ത് വേണമെന്നോ പണം വേണമെന്നോ ജോലി വേണമെന്നോ ഒന്നും ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല. ഞാൻ ചോദിച്ച ഒരേ ഒരു കാര്യം, ദൈവഭക്തനായ ഒരു മനുഷ്യനെ എനിക്ക് ജീവിത പങ്കാളിയായി തരണം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. അതിന് യാതൊരു മാറ്റവുമില്ല. കാരണം എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം എൻ്റെ കുടുംബത്തിൽ ആരും ഒന്നിനും സഹകരിക്കാതിരുന്ന സ്ഥാനത്ത് എൻ്റെ സഭയിലെ ദൈവമക്കൾ, അതിനുവേണ്ടി എൻ്റെ സഭയിലെ എല്ലാ സഹോദരങ്ങളും പേരെടുത്ത് പറയണം, അവരൊക്കെയാണ് ഇന്ന് എൻ്റെ ജീവൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. എന്നാൽ വളരെ ചുരുങ്ങിയ സമയം എൻ്റെ മുൻപിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകട്ടെ, അനേക സഹോദരന്മാർ, ദൈവദാസന്മാർ, ദൈവമക്കൾ, അവരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ ആ സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ വിവാഹം കഴിയുന്ന സമയത്ത് ദൈവവേലയിലായിരുന്നില്ല. കർത്താവിൻ്റെ ദാസന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ജീവിത പങ്കാളിയായി കർത്താവ് തരുവാനിടയായി തീർന്നു. സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നെ പരിപാലിപ്പാൻ കഴിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയെ കർത്താവിൻ്റെ ദാസൻ ജോസ് എന്ന് പറയുന്ന കഴക്കൂട്ടത്തുള്ള ഒരു ദൈവമകനെ ദൈവം എനിക്ക് തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ്. കാരണം ഞാൻ പറയുന്നത്, അനേകം കുടുംബജീവിതങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് നിമിഷ നേരം കൊണ്ട് വീണഴിയുമ്പോൾ, അതിൻ്റെ നടുവിൽ ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ നമ്മെ കരം പിടിപ്പാൻ ദൈവം ഒരാളെ ഒരുക്കി തന്നാൽ ആ കരം ഒരിക്കലും ബലഹീനമാകില്ല. കാരണം കർത്താവാണ് യോജിപ്പിക്കുന്നതെങ്കിൽ അതൊരിക്കലും ബലഹീനമാകത്തില്ല, അതൊരിക്കലും തളരത്തില്ല. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളെ നൽകി. ജോലിയോടിരിക്കുന്ന സമയത്ത് ഏകദേശം 1 വർഷം അടുക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന് ദൈവവേല ചെയ്യണമെന്ന് താല്പര്യവും ദൈവവിളിയും ഉണ്ടായിരുന്നത് കൊണ്ട് എന്നോട് ചോദിച്ചു, നമുക്ക് ദൈവവേലയ്ക്ക് ഇറങ്ങാമോ എന്ന്. ഞാൻ പറഞ്ഞു, ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജോലി റിസൈൻ ചെയ്ത സുവിശേഷ വേലയ്ക്കായി ദൈവത്തിൻ്റെ സുവിശേഷ വയലിലേക്ക് ഇറങ്ങാൻ കർത്താവ് സഹായിച്ചു. ഇന്നുവരെയും അങ്ങനെ നിൽപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകി. ഈ 94-ാം സങ്കീർത്തനം 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പലപ്പോഴും നമ്മുടെ കാൽ വഴുതുന്നു എന്ന് തോന്നുമ്പോൾ യഹോവേ, നിൻ്റെ ദയ എന്നെ താങ്ങി. പ്രിയ ദൈവമക്കളെ, നമ്മൾ വളരെ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടെയൊക്കെ പലതിലും പ്രവേശിക്കാറുണ്ട്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ കാലുകൾ വഴുതുന്നു എന്ന. ഈ വചനം ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, എൻ്റെ കാൽ വഴുതുന്നു എന്ന് തോന്നിയപ്പോൾ യഹോവേ, നിൻ്റെ ദയ എന്നെ താങ്ങി. ഞാനൊന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ കഴിവോ മിടുക്കോ പുകഴ്ചയോ പ്രശംസയോ അല്ലെങ്കിൽ എനിക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ നിന്നു എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. പക്ഷേ പലപ്പോഴും കാൽ വഴുതുന്നു എന്ന് തോന്നുന്ന അനേകം അവസരങ്ങൾ, അനേകം ജീവിതാനുഭവങ്ങൾ വന്നപ്പോഴൊക്കെ ഈ ദൈവത്തിൻ്റെ ദയ, ഈ കർത്താവിൻ്റെ ദയ, യേശുവിൻ്റെ ദയ എന്നെ താങ്ങി. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെയും താങ്ങി. ഞങ്ങളുടെ ജീവിതത്തിൽ, ഈ ജീവിത അനുഭവത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ യേശു മാത്രമാണ്. യേശുവാണ് ഞങ്ങളെ നിർത്തിയത്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം വളരെയധികം പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഒറ്റപ്പെടലുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ കർത്താവ് ഞങ്ങളെ താങ്ങി. ഈ വചനത്തിൽ വ്യക്തമായതാണ് പറയുന്നത്,
നിങ്ങൾ ഏതെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അല്ലെങ്കിൽ ലോകത്തിലുള്ള ആരായിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ട്, നമ്മുടെ ആരുടെയും പ്രശസ്തി കൊണ്ട്, നമ്മുടെ ആരുടെയും സമ്പത്ത് കൊണ്ട്, നമ്മുടെ ആരുടെയും ഉയർച്ച കൊണ്ട്, അല്ലെങ്കിൽ കുടുംബ മഹിമ കൊണ്ട് നമുക്കൊരിക്കലും നിൽക്കാൻ കഴിയത്തില്ല. ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമുക്ക് നിൽപ്പാൻ കഴിയത്തുള്ളൂ. എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ദൈവം ഇതുവരെയും എന്നെ നിർത്തി. പലപ്പോഴും അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം കൊണ്ട് നിറയുമ്പോൾ ദൈവമേ നിൻ്റെ ആശ്വാസം എനിക്ക്, എൻ്റെ പ്രാണനെ പലപ്പോഴും ആശ്വസിപ്പിക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ കണ്ട, അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ കണ്ട ഒരു കാര്യം, എൻ്റെ ഈ കർത്താവ്, അല്ലെങ്കിൽ യേശു കർത്താവ് ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും ഒരു അനുഭവങ്ങളെയും കർത്താവ് കണക്കിടുന്നില്ല. കർത്താവെ എന്ന് വിളിപ്പാൻ മനസ്സുള്ളവനെ ഏവനെയും രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു കർത്താവ്. എൻ്റെ ജീവിതത്തെ നോക്കിയാൽ എൻ്റെ കർത്താവിന് എന്നെ തിരഞ്ഞെടുപ്പാൻ യാതൊരു യോഗ്യതയും എൻ്റെ ജീവിതത്തില്ല. പക്ഷേ എന്നെ സന്തോഷിപ്പിക്കുന്ന, എന്നെ വളരെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യം, നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്ന ആ വചനം പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതി വെച്ച, എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച ആ യേശു കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടില്ല. ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ മുന്നോട്ട് പോയാലും എനിക്ക് പ്രിയ ദൈവമക്കളെ നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ യേശുവിനെ മുറുകെ പിടിക്കുക. വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ എന്നെ സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ എന്നെ ഇന്നും നിലനിർത്തുന്ന ഒരു കാര്യം, പിതാവ് എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അത് ആ പിതാവിൻ്റെ സ്നേഹം. അടുത്ത് ഞാൻ ചിന്തിച്ചു പോകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ പിതാവിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ഉയരത്തിലിരുന്ന് ആ സകല മഹത്വവും ദൂതന്മാർ അർപ്പിക്കുമ്പോൾ അതേറ്റുകൊണ്ടിരിക്കാവുന്ന കർത്താവ് അതെല്ലാം വിട്ടൊഴിഞ്ഞ് എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ള ആ സത്യം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞാൻ തളർന്നു പോയിട്ടുണ്ട്. ഇത്രമാത്രം സ്നേഹിപ്പാൻ, സ്വന്തം മഹത്വം എല്ലാം വിട്ടിട്ട്, ഒരു വ്യക്തികളും സ്വന്തം മഹത്വമോ മഹിമയോ പുകഴ്ചയോ വിട്ടിട്ട് മറ്റൊരു മനുഷ്യന് വേണ്ടി ഇറങ്ങി വരാൻ തയ്യാറാകില്ല ഈ ലോകത്ത്. എന്നാൽ സ്വർലോകങ്ങളിൽ ഇരുന്ന കർത്താവ് അതും വിട്ടിട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്നുള്ള ആ ശക്തമായ വെളിപ്പാട് എന്നെ ഇന്ന് നിർത്തുകയാണ്. അതുമാത്രമല്ല, പുത്രനാം ദൈവവും അതോടൊപ്പം പരിശുദ്ധാത്മാവാം ദൈവവും കാര്യസ്ഥനായി കടന്നു വന്ന് ഇന്നെൻ്റെ ബലഹീനതകൾക്ക് തുണ നിന്നുകൊണ്ട് എന്നെ സഹായിക്കുന്ന ആ ശക്തി, പലപ്പോഴും തളർന്നു പോകുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ താങ്ങി നിർത്തുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ മൂന്ന് സ്നേഹവും ഒത്തുചേർന്ന് നമ്മോടൊപ്പം അധിവസിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, പൗലോസ് ഒരു ചോദ്യം ചോദിച്ചു, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ? ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ല. ഹിന്ദു അനുഭവത്തിൽ നിന്ന് യഥാർത്ഥ ദൈവ വഴിയിലേക്ക് എന്നെ കൊണ്ടുവന്ന ക്രിസ്തുവിന് ഇതുപോലെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അനേകരെ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ ഇന്ന് എൻ്റെ മുൻപിൽ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വേദനയിലോ സങ്കടത്തിലോ ദുഃഖത്തിലോ ഭാരത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ പ്രിയ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു പ്രാർത്ഥന, കർത്താവ് യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരണമേ, എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം തരണമേ എന്ന് പറഞ്ഞ് ഒരു നിമിഷം ആ ക്രിസ്തുവിനെ വിളിപ്പാൻ നാം തയ്യാറായാൽ ക്രിസ്തു നമ്മുടെ അടുക്കലേക്ക് വരും, നമുക്ക് സമാധാനം തരും. ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ് ആ സമാധാനം നമുക്ക് തന്നുവെങ്കിൽ അത് ഏറ്റെടുപ്പാൻ നമ്മൾ പ്രാപ്തരായി തീരുവാൻ കർത്താവ് ഈ സാക്ഷ്യം കേട്ട എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എതിർപ്പുകൾക്ക് നടുവിലും യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുന്ന സുവിശേഷകർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ബബിത ജോസിൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ
പ്രേക്ഷകർക്ക് എന്നും പ്രചോദനമാകട്ടെ.